നമസ്കാരം. വീണ്ടും പഴയ ഒരു നാഥനില്ലാത്ത നിയമ പോരാട്ടത്തിന്റെ ഓർമ്മകഥകളിലേക്ക് സെലിംഗംട്രി ആരംഭിക്കുന്നു. TRV വീണ്ടും ഒരു നിയമക്കുരുക്കിലോട്ട് പോവുകയാണ്, നിയമപ്രശ്നത്തിലോട്ട് പോവുകയാണ്. പുതിയൊരു റിട്ട് പെറ്റീഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ പരിഗണനയിലാണ്. അപ്പോഴാണ് പഴയ വിൽഫ്രഡ് മേരിദാസൻ, പണ്ടത്തെ ഇതുപോലുള്ള പെറ്റീഷന്റെ ഓർമ്മയുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ഹർജി കൊടുത്തയാൾ തന്നെ അദ്ദേഹം വ്യക്തമാക്കി, എനിക്ക് ഈ ഹർജിയെക്കുറിച്ച് യാതൊന്നും അറിയില്ല. ഒരാൾ എന്നോട് ഒരു പേപ്പറിൽ, വെള്ള പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. ഇങ്ങനെ ഒരു കേസിന് വേണ്ടിയാണെന്നും തുറമുഖത്തിനെതിരെയുള്ള കേസാണെന്നും എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കേസ് പിൻവലിക്കുന്നു എന്ന് പറയുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരു പുതിയ സാഹചര്യം വരികയാണ്. യഥാർത്ഥത്തിലുള്ള അഗ്രീവ്ഡ് പാർട്ടിയാണോ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് എന്ന് പോലും സംശയമുള്ള ഒരു സാഹചര്യമാണ്. റിട്ട് പെറ്റീഷൻ, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. ഇവിടെ പബ്ലിക് ഇൻട്രസ്റ്റ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ആരാണ് ഈ പബ്ലിക്? ഏത് ഇൻട്രസ്റ്റ് ആണ് പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റ് ആകുന്നത്? തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഇതിനകത്ത് പരിഗണിക്കപ്പെടേണ്ടതാണ്. റിട്ട് പെറ്റീഷൻ praying inter alia that in the circumstances stated in the affidavit filed along with the writ petition, public interest litigation, the High Court be pleased to pass an interim order restraining the fourth respondent. ഇവിടെ ഫോർത്ത് റെസ്പോണ്ടന്റ് എന്ന് പറയുന്നത് വെഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് ആണ്. ഫോർത്ത് റെസ്പോണ്ടന്റ് ഫ്രം പ്രൊസീഡിംഗ് വിത്ത് ദ കൺസ്ട്രക്ഷൻ ഓഫ് പുളിങ്കുടി ബീച്ച് അറ്റ് തിരുവനന്തപുരം. പുളിങ്കുടി ബീച്ചിലുള്ള നിർമ്മാണം മുന്നോട്ട് പോകാൻ പാടില്ല. എന്താണ്? റെസ്പോണ്ടന്റ് ഫ്രം പ്രൊസീഡിംഗ് വിത്ത് ദ കൺസ്ട്രക്ഷൻ അറ്റ് പുളിങ്കുടി ബീച്ച്. ബീച്ചിലെ നിർമ്മാണത്തെ ഒരു വ്യക്തി ചോദ്യം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ അറിവിൽ ഈ ബീച്ച് എന്നൊക്കെ പറയുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള, പൊതു ഉടമയിലുള്ള മേഖലകളാണ്. നദീതീരങ്ങളായാലും കടൽ തീരങ്ങളായാലും വനമേഖലയായാലും ഇനി കാടായാലും ഒക്കെ ഇത് പൊതു ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്തെ ഒരു നിർമ്മാണമായാലും അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഒരു ആക്ടിവിറ്റിയെ ഒരാൾ ചോദ്യം ചെയ്യുന്നത് എത്രത്തോളം ശരിയാണ്? ഇനി പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണിത്. പബ്ലിക് എന്ന് പറയുന്ന ആരാണ്? ഒരു സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആണ് പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറയേണ്ടത്. ഇവിടെ തുറമുഖത്തിന് അനുകൂലമായി ഒരു വലിയ ശക്തി, ഒരു വലിയ ജനവിഭാഗം ഉണ്ടെന്നുള്ളത് എത്രയോ കാലമായി തെളിയിക്കപ്പെട്ടതാണ്. ഒരു വ്യക്തിയാണ് ഇവിടെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ താല്പര്യം? ഒരു ബഹുഭൂരിപക്ഷം ജനങ്ങൾ ഒരു വശത്തുള്ളപ്പോൾ ഒരു വ്യക്തിയുടെ താല്പര്യം എന്താണ്? അദ്ദേഹം എങ്ങനെയാണ് ഈ പബ്ലിക്കിന്റെ പ്രതിനിധിയാകുന്നത്? ഇതെല്ലാം ബഹുമാനപ്പെട്ട കോടതി പരിശോധിക്കേണ്ട വിഷയമാണ്. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയായി ഒരു പൊതുവായ ഒരു വിഷയത്തിന്റെ പുറത്ത് ഒരു വിഷയം ഗവൺമെന്റ് ചെയ്യരുത് എന്നാവശ്യപ്പെടാനുള്ള അദ്ദേഹത്തിനുള്ള അധികാരം എന്താണ്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട കോടതി 1-ാം തീയതിയാണെന്ന് തോന്നുന്നു വീണ്ടും വിചാരണയ്ക്ക് വരുന്നത്. ആ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതാണ്. ഇനി ഈ കേസ് കൊടുത്തിരിക്കാൻ സാധ്യതയുള്ള വിഭാഗത്തിന്റെ ഒരു നോട്ടീസ് 4-ാം തീയതി അവർ തുറമുഖ ഗേറ്റിൽ, തുറമുഖ പരിസരത്ത് ഒരു സമരം ആരംഭിക്കുകയാണ്. ആ നോട്ടീസിലെ ഒരു വരി ഇങ്ങനെയാണ്: ഇതിന്റെ മറ്റൊരു വലിയ ആഘാതം ടൂറിസം മേഖലയിലാണ്. തുറമുഖത്തിന്റെ നിർമ്മാണമാണ് വിഷയം. ഇതിന്റെ മറ്റൊരു വലിയ ആഘാതം ടൂറിസം മേഖലയിലാണ്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആയുർവേദ ചികിത്സയ്ക്കും വിശ്രമത്തിനുമായി എത്തുന്ന അതിഥികൾ സമാധാനവും പ്രകൃതിയുടെ സൗന്ദര്യവും അനുഭവിക്കാൻ ഇവിടേക്ക് വരുന്നു. അത് ഈ നിർമ്മാണം കാരണം തടസ്സപ്പെട്ടിരിക്കുന്നു. ആരുടെ താല്പര്യമാണ് ഇവിടെ?
അതിഥികളുടെ താല്പര്യമാണ്. നമ്മുടെ ടൂറിസ്റ്റുകളായി എത്തുന്ന അതിഥികൾ തീർച്ചയായിട്ടും അവരെ ബഹുമാനിക്കണം, ആദരിക്കണം, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു ത്രാസിന്റെ തുലനത്തിൽ ഒരു തുറമുഖം അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ സംഭാവന എത്രത്തോളം ജനവിഭാഗങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന് പരിശോധിക്കുന്നിടത്ത് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവർ തന്നെ പറയുന്നത് ഏകദേശം 3000-ഓളം വരുന്ന തൊഴിലാളികൾ അവരെ ബാധിക്കുന്നതാണ്. 1-2 റിസോർട്ടാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു റിസോർട്ടിൽ 200 പേരാണ് ജോലി ചെയ്യുന്നത്, മറ്റൊരെണ്ണത്തിനകത്ത് 50-100 പേർ. തീർച്ചയായിട്ടും അവരുടെ തൊഴിൽ വളരെ പ്രധാനപ്പെട്ടതിനാണ്. ഈ ഒരു തൊഴിൽ പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ആയുർവേദ ചികിത്സയ്ക്കും വിശ്രമത്തിനുമായി എത്തുന്ന അതിഥികൾ, ആയുർവേദ ചികിത്സ നടത്തുന്ന ഡോക്ടർമാർ പറയുന്നത് എന്താണെന്നറിയാമോ? ഈ ചികിത്സ നടത്തുന്നവർ വെയിൽ കൊള്ളരുത്, കടലിൽ ഇറങ്ങി കുളിക്കരുത് എന്നൊക്കെയാണ് ചികിത്സ തേടുന്നവരോട് പറയാറുള്ളത്. അപ്പോൾ ആയുർവേദ ചികിത്സയ്ക്ക് എത്തുന്നവർക്ക് ബീച്ചിന്റെയോ കടലിന്റെയോ ആവശ്യമില്ലല്ലോ. ഇന്നുള്ള റിസോർട്ടിനകത്തിരുന്നത് കൊണ്ട് തന്നെ ഒഴിച്ചിലും പിഴിച്ചിലും തുടങ്ങിയ ആയുർവേദ ചികിത്സകളൊക്കെ അവർക്ക് നൽകി അവരെ സംതൃപ്തരാക്കി തന്നെ തിരിച്ചുവിടാം. യാതൊരു തടസ്സവും തുറമുഖത്തിന്റെ നിർമ്മാണം കാരണം അവർക്കുണ്ടാകുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ എന്തിനാണ് ഈ തുറമുഖ നിർമ്മാണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ സമരവും കേസും വയ്യാവേലികളുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? ഇനി 200-300 പേരുടെ തൊഴിൽ ലഭിക്കുന്ന ഒരു വിഷയത്തിൽ മറുവശത്ത് കേരളത്തിന്റെ മുഴുവൻ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ, ഇന്ത്യയുടെ മുഴുവൻ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പോരുന്ന ഒരു കാറ്റലിസ്റ്റായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ തുറമുഖം. അപ്പോ ഏറ്റവും ഗുണം ചെയ്യുന്ന രാജ്യത്തിന്റെ മുഴുവൻ താല്പര്യം ബലി കഴിച്ച് 200 തൊഴിലാളികളുടെ അവകാശത്തെ സംരക്ഷിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അവരുടെ തൊഴിൽ യാതൊരു വിധത്തിലും തടസ്സപ്പെടുന്നില്ല എന്ന് ഈ പറയുന്ന ആയുർവേദ ചികിത്സ എന്നുള്ള കാര്യത്തിലൂടെ തന്നെ നമുക്ക് ബോധ്യമാവുകയാണ്. അപ്പോൾ ഒരു തരത്തിലും ടൂറിസ്റ്റുകളെയോ ടൂറിസ്റ്റുകളെ ആശ്രയിക്കുന്ന തൊഴിൽ വിഭാഗത്തെയോ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ തുറമുഖത്തിന്റെ നിർമ്മാണം അതെവിടെയാണ്? പുളിങ്കുടി ബീച്ച് അറ്റ് തിരുവനന്തപുരം. 50 മീറ്റർ വരുമോ എന്ന് സംശയമുണ്ട്. ഇനി നിങ്ങൾക്ക് കടൽ തീരം അത്യാവശ്യമാണെങ്കിൽ ഈ 2 കിലോമീറ്റർ 7500 എന്നുള്ളത് പുതിയ കണക്ക് പ്രകാരം ഏകദേശം 11,000 കിലോമീറ്റർ ഉണ്ട് ഇന്ത്യക്ക്. ഈ 50 മീറ്റർ ഒഴിവാക്കി 11,995 ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് പറയാം, 50 മീറ്റർ ഒഴിവാക്കി ബാക്കി എല്ലാ കടൽ തീരവും നിങ്ങൾക്ക് എടുക്കാമല്ലോ. നിങ്ങൾക്ക് കോവളം എടുക്കാം, നിങ്ങൾക്ക് വർക്കല അടക്കാം. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഈ ആഴിമല ക്ഷേത്രത്തിന്റെ തെക്ക് വശത്ത് ഇന്ന് ബ്രേക്ക് വാട്ടർ നീണ്ടുപോകാൻ സാധ്യതയുള്ള പരമാവധി ദൂരം ആഴിമല ക്ഷേത്രം വരെയാണ്. ക്ഷേത്രത്തിന് മുമ്പ് ബർത്ത് അവസാനിക്കും. അതിന് നേരെ പടിഞ്ഞാറ് ബ്രേക്ക് വാട്ടറും അവസാനിപ്പിക്കും. വ്യാപകമായ ആരോപണം ഇതുപോലുള്ള ആളുകൾ, ഇതുപോലുള്ള റിസോർട്ട് 1-2 റിസോർട്ടിന്റെ ആളുകൾ പ്രചരിപ്പിക്കുന്നത് ബ്രേക്ക് വാട്ടറും ബർത്ത് അങ്ങ് പൂവാറ് വരെ ചെല്ലുമെന്നാണ്. മത്സ്യത്തൊഴിലാളികളെ ഇളക്കി വിടണമല്ലോ. അവരുടെ ജീവനും അവരുടെ സ്വത്തിനും അവരുടെ തൊഴിലിനും തുറമുഖം ഭീഷണിയാണ് എന്ന് വരുത്തി തീർക്കണമെങ്കിൽ ഇതുപോലുള്ള കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിട്ടാലേ പറ്റുള്ളൂ. അപ്പോ ടൂറിസം മേഖലയിൽ ഇരിക്കുന്നവർക്ക് അഴിമലയ്ക്കപ്പുറം, അഴിമല ക്ഷേത്രത്തിനപ്പുറം തുറമുഖത്തിന്റെ ഒരു ഇമ്പാക്റ്റും ഉണ്ടാകുന്നില്ല. അവിടെ പ്രവർത്തിക്കാം. ഇനി തുറമുഖത്തിന്റെ വടക്ക് വശത്ത് ഇന്നിരിക്കുന്ന ബ്രേക്ക് വാട്ടറിന്റെ വടക്ക് വശത്തും ടൂറിസം, പ്രധാനമായിട്ടും കോവളം മേഖലയിൽ ടൂറിസം ഒരു തടസ്സവുമില്ലാതെ പ്രവർത്തിക്കാം. ഇവിടെ 10-800 കപ്പൽ വന്നിട്ടും ഈ 50 മീറ്ററിനകത്തിരിക്കുന്ന ആൾക്ക് പോലും 50 മീറ്റർ കടൽ തീരമുള്ള തുടർന്നും ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ റിസോർട്ടിനും ഒരു ബുദ്ധിമുട്ടും നാളിതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങോട്ട് ബ്രേക്ക് വാട്ടറിന്റെ നിർമ്മാണവും ബർത്തിന്റെ നിർമ്മാണവും നീണ്ടപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വന്നത്. അതിന്റെ അർത്ഥം ഈ 2 കിലോമീറ്ററോളം വരാവുന്ന കടൽ തീരം ഒഴിച്ചുള്ള എല്ലാ പ്രദേശത്തും ടൂറിസം അഭംഗുരം തുടരുമെന്നിരിക്കെ ഈ 50 മീറ്ററിന്റെ പേരിൽ കോടതിയിൽ പോകുന്നതും സമരം നയിക്കുന്നതും വാസ്തവത്തിൽ ഈ രാജ്യത്തിനെ വെല്ലുവിളിക്കുന്നതാണ്, സംസ്ഥാനത്തെ വെല്ലുവിളിക്കുന്നതാണ്, ഇവിടുത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ അവരുടെ അന്നം മുട്ടിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറണം എന്നാണ്
സെയിലിംഗ് കമന്ററിക്ക് നിങ്ങളോട് വളരെ വിനയത്തോടും എളിമയോടും അഭ്യർത്ഥിക്കുവാനുള്ളത്.